ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേ മെഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൈ ഫസ്റ്റ് ഇയർ MBBS ലൈഫ് അൺഫിൽറ്റേഡ്. എൻ്റെ ഫസ്റ്റ് ഇയർ MBBSൽ നടന്ന എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് റീകളക്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ നല്ല ഓർമ്മകളും എന്തൊക്കെ സംഭവിച്ചു എന്നും ഹൗ മൈ ലൈഫ് വെൻറ്റ് ഇൻ ഫസ്റ്റ് ഇയർ MBBS എവറിത്തിങ് ഐ എം ഗോയിങ് ടു ഷെയർ വിത്ത് യു. ഭയങ്കര ഒരു റിലീഫായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇത്രയും കാലം സോഷ്യൽ ലൈഫിൽ നിന്നും ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷനിൽ നിന്നും ഒക്കെ ഒഴിവായി ജീവിച്ചിട്ട് ഫൈനലി അതിനൊരു റിസൾട്ട് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഹൗ മൈ ലൈഫ് ചേഞ്ച്ഡ് ആഫ്റ്റർ നീറ്റ് എന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണാം, ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പം അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയി, വളരെ ആൻഷ്യസ് ആയിട്ട് എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല, പക്ഷേ നമ്മുടെ ഡ്രീമിനോട് ക്ലോസ് ആയെന്ന് മാത്രം അറിയാം. അങ്ങനെ വളരെ ആൻസിറ്റിയോടും വളരെ ആകാംക്ഷയോടും വളരെ സന്തോഷത്തോടു കൂടെയും എൻ്റെ MBBS ജേർണി ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 4 ആ ദിനം എൻ്റെ MBBS ലൈഫിലെ ഫസ്റ്റ് ക്ലാസ്. വളരെ പ്രാർത്ഥനകളോടുകൂടിയാണ് ആ ഒരു ദിവസത്തിലേക്ക് കടന്നുപോയത്. ഇപ്പം ഈ കാണുന്ന ഫോട്ടോസൊക്കെ ഞാൻ അന്ന് ഇവിടെ അഡ്മിഷന് ചേരാൻ വന്ന ഫോട്ടോ ആയിരുന്നു. ജസ്റ്റ് ആ ഒരു എൻട്രി പോയിന്റിൽ നിന്ന് നവാഗതർക്ക് സ്വാഗതം എന്നുള്ള ആ പോയിന്റിൽ നിന്ന് ജസ്റ്റ് എടുത്ത ഫോട്ടോ ആയിരുന്നു. അമ്മയായിരുന്നു ക്ലിക്ക് ചെയ്തിരുന്നത്. അപ്പം അഡ്മിഷൻ എടുക്കാൻ വന്നത് അന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ കൂടെയായിരുന്നു. അന്ന് വന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരുന്നു അഡ്മിഷൻ എടുക്കാൻ വന്നത്. അപ്പോൾ അങ്ങനെ സെപ്റ്റംബർ 4 ഫസ്റ്റ് ഡേ ഓഫ് MBBS. നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിച്ച റിപ്പീറ്റും റിപ്പീറ്റും കഴിഞ്ഞു. നീറ്റ് ക്രാക്ക് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ നല്ലോണം ആസ്വദിച്ച് ജീവിച്ചു. ഇനി നമ്മൾ ആ ഫേസിലേക്ക് കടക്കുകയാണ്, ഡ്രീം ലീവ് ചെയ്യാൻ പോകുന്ന ഫേസിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഏറെ പ്രതീക്ഷകളോടെ ഫസ്റ്റ് ഡേയിലേക്ക് കടന്നു. സെപ്റ്റംബർ 4 അന്ന് ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് മാത്രമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ബ്രീഫ് ഐഡിയ ആണ്, അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി മാത്രമായിരിക്കും ഇനിയുള്ള ഒരു കൊല്ലത്തേക്ക് നമ്മളെ ലോകമെന്ന്. അതിൻ്റെ ഇടയിൽ നമ്മൾ ബോൺസായിട്ട് പരിചയപ്പെടും, ഡിസെക്ഷൻ ഹാളായിട്ട് പരിചയപ്പെടും, കടാവറായിട്ട് പരിചയപ്പെടും. ഇങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മളെ ടീച്ചേഴ്സൊക്കെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. അപ്പം പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് വൈറ്റ് കോട്ട് സെറമണി ആയിരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇതായിരുന്നു ഞങ്ങളുടെ വൈറ്റ് കോട്ട് സെറമണി. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വൈറ്റ് കോട്ട് സെറമണിയുടെ വീഡിയോ എൻ്റെ കയ്യിലില്ല. ഇത് ജസ്റ്റ് ഫ്രണ്ടിനോട് ചോദിച്ച് വാങ്ങിയ വീഡിയോസാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ വൈറ്റ് കോട്ട് സെറമണിക്കായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നീട് കാത്തിരുന്ന മൊമെൻറ്റ്. എന്താണെന്നറിയില്ല, നമുക്ക് ഫസ്റ്റായിട്ട് വൈറ്റ് കോട്ട് ഇടാനുള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ടാണോ ഇതെന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ടാണോ എന്തോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോഴും അത് ആലോചിക്കുമ്പം വളരെ പ്രൗഡാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഡോക്ടർമാർ മാത്രം ഇട്ട് കണ്ടുവരുന്ന വൈറ്റ് കോട്ട് നമ്മൾ സ്വന്തം ധരിക്കുകയാണ്. അത് വേർപ്പും നമ്മുടെ സാക്രിഫൈസസും നമ്മുടെ കുറേ അധികം ടൈമും ഒക്കെ മാറ്റി വെച്ച് നമ്മൾ ഒരു എക്സാം എഴുതി അത് ക്രാക്ക് ചെയ്തിട്ട് നമ്മൾ ഏൺ ചെയ്ത ഒരു പ്രൊഫഷനാണിത്. അപ്പം വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ വൈറ്റ് കോട്ട് സെറമണിക്ക്. അങ്ങനെ വൈറ്റ് കോട്ട് സെറമണിയൊക്കെ കഴിഞ്ഞു. വൈറ്റ് കോട്ടൊക്കെ ഇട്ട് വീട്ടിലേക്കൊക്കെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. പുതിയ ഡോക്ടർ വന്നല്ലോ എന്നൊക്കെ കമൻസൊക്കെ കെട്ടി ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയി. പുതിയ ഫ്രണ്ട്സായിട്ട് മിങ്കിളായി. പുതിയ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുന്ന ഫേസ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല കോമഡി ആയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ ജാടിയായിരിക്കും ഇവൾ ജാടിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പലരും ഇപ്പോൾ തോളുമ കൈവിട്ട് നമുക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ തരുന്ന ഫ്രണ്ട്സായിട്ട് മാറി. അപ്പം ആ ഒരു ഫേസ് നല്ല ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ട്. ഭയങ്കര ഒരു എന്തോ റീലീവ് ചെയ്യാനൊക്കെ തോന്നുന്നൊരു ഫേസ് ആയിരുന്നു കേട്ടോ. ഫുള്ള് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള മുഖങ്ങൾ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് മാറി. അങ്ങനെ കുറേ ചേഞ്ചസ് ഈ ഒരു 2 കൊല്ലം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ സെപ്റ്റംബർ 11 വൈറ്റ് കോട്ട് സെറമണി കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ മെയിനായിട്ട് എൻജോയ് ചെയ്തത് ഒക്ടോബർ 4 വരുന്ന ഫ്രഷേഴ്സ് പാർട്ടി ആയിരുന്നു. ഫ്രഷേഴ്സ് പാർട്ടി ഏതൊരു കോളേജിൽ അഡ്മിഷൻ ചേരാൻ പോകുന്ന കുട്ടിക്കും ഏറ്റവും വലിയ ഹൈപ്പ് കൊടുക്കുന്ന പരിപാടിയിലൊന്നായിരിക്കും ഫ്രഷേഴ്സ് പാർട്ടി. അപ്പം ഞങ്ങളും ഈ ഒരു ഫ്രഷേഴ്സ് പാർട്ടി ഭയങ്കര ആൻസൈറ്റിയോടെ അതേസമയം കുറച്ച് പേടിയോടെ ആയിരുന്നു ഈ ഒരു ഫ്രഷേഴ്സ് പാർട്ടിക്ക് വേണ്ടി കാത്തിരുന്നത്. പലരും ഇങ്ങനെ പറഞ്ഞ പോലെ റാഗിങ് ഉണ്ടാവുമെന്നും റാഗിങ്ങിൻ്റെ ഇടയിൽ നമ്മളെ തൂക്കുമെന്നും നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ നമ്മളെ തൂക്കിക്കൊണ്ടുപോയിട്ട് റാഗ് ചെയ്യുമെന്നൊക്കെയുള്ള പേടി മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷകൾക്കൊക്കെ മാറ്റായിട്ട് ഒരു റാഗിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു അടിപൊളി ഫ്രഷേഴ്സ് പാർട്ടിയായിരുന്നു ഞങ്ങൾക്ക് കോളേജിൽ കിട്ടിയത്. ഞങ്ങൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഞങ്ങളുടെ ഈ ഒരു ന്യൂ ഫ്രണ്ട്സ് ഗ്യാങ് അന്ന് എല്ലാവരും കൂടി ഷാറൂഖ് ഖാൻ്റെ സ്റ്റൈലിൽ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വെള്ള ഷർട്ടും ബ്ലാക്ക് ജീൻസും പിന്നെ ഇവിടെ ഒരു ടൈ ഇങ്ങനെ റൗണ്ടായിട്ട് കെട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഡാൻസ് കളിച്ച് അതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളൊരു പേടി ഉണ്ടാവും. ഇത് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഓവറായിട്ട് സീനിയേഴ്സ് നമ്മളെ എന്തേ ചെയ്യുമെന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു റാഗിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഡാൻസ് ചെയ്തു, പാട്ട് പാടി, അടിച്ച് പൊളിച്ച് തിമിർത്ത് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു നല്ല പേരുണ്ടാക്കിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിയത്. എല്ലാവർക്കും നമ്മുടെ ബാച്ചിനെ ഇഷ്ടമായി. നമ്മുടെ ബാച്ച് ഭയങ്കര ആക്റ്റീവാണെന്ന് പറഞ്ഞു. നമ്മുടെ ബാച്ച് കുറേ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കോലം വേർത്ത് കുളിച്ചിട്ടുള്ള കോലത്തിലുള്ള കുറച്ച് ഫോട്ടോസാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. ദാറ്റ് വാസ് അവർ ഫ്രഷേഴ്സ് പാർട്ടി. അങ്ങനെ ഫ്രഷേഴ്സ് പാർട്ടീനെ പറ്റി പറഞ്ഞല്ലോ. ഇനി ഫ്രഷേഴ്സ് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർക്കാനുണ്ടായത് ഇൻ്റർ ബാച്ച് അത്ലറ്റിക്സ് മീറ്റ് ആയിരുന്നു.
അപ്പം ഇവിടെയുള്ള ലൈവായിട്ടുള്ള 4 ബാച്ചസ്, അതായത് ഇപ്പോഴത്തെ 4th ഇയർ, 3rd ഇയർ, 2nd ഇയർ, പിന്നെ ഞങ്ങൾ, അങ്ങനെ 4 ബാച്ചസ് ആക്റ്റീവായിട്ട് കോമ്പീറ്റ് ചെയ്ത ഒരു ഇൻ്റർ ബാച്ച് അത്ലറ്റിക്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ലഭിച്ചത്. അപ്പോൾ ആക്ച്വലി ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികളുടെ പേരറിയില്ല, തമ്മിൽ മര്യാദയ്ക്ക് പരിചയപ്പെട്ടില്ല, പക്ഷേ എല്ലാ ഇവൻറ്റ്സിനും ഇറങ്ങണം. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർ ബാച്ചാണ്. അപ്പോൾ നമ്മളെ ബാച്ച് പവർഫുള്ളാണെന്ന് ജസ്റ്റ് കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ നല്ല രീതിക്ക് കോമ്പീറ്റ് ചെയ്തു. ഡിസംബർ 9-നും 10-നും ആയിരുന്നു, ശനിയും ഞായറുമായിട്ടായിരുന്നു ആ ഒരു ഇവൻറ്റ് നടന്നത്. വളരെ വാശിയോടെ എല്ലാ ബാച്ചസും വളരെ വാശിയോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഇൻ്റർ ബാച്ച് അത്ലറ്റിക്സ് ഓവറോൾ ഞങ്ങളുടെ ബാച്ച് അടിച്ചു. അപ്പം ഈ ഒരു നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പോർട്സിലൊക്കെ ഭയങ്കര പേര് കേട്ട ഒരു കോളേജാണ്. അപ്പോൾ അങ്ങനെ ഒരു കോളേജിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ വന്നു, ഫസ്റ്റ് ഇയറിൽ തന്നെ ഓവറോൾ കപ്പടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം കോളേജ് മൊത്തത്തിലൊന്ന് ഇളകി. ഒരു നല്ല ബാച്ചാണല്ലോ വന്നത്, അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള ബാച്ചാണല്ലോ വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് കുറേ പ്രശംസയൊക്കെ കിട്ടിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ഈ ഒരു റാഗിങ് ഒക്കെ പേടിച്ച് ഞങ്ങൾ നടന്ന സീനിയേഴ്സ് മെല്ലെ മെല്ലെ നമ്മുടെ തോളിൽ കൈയിട്ടു, നമ്മളെ മെല്ലെ മെല്ലെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ നല്ല കുട്ടികളാണ്, നമ്മൾ നല്ല ആക്റ്റീവ് കുട്ടികളാണ്, ഇപ്പോൾ കോളേജിന് വേണ്ടിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള കുട്ടികളാണെന്നൊക്കെ നമുക്കൊരു റിയലൈസേഷൻ കിട്ടി. അപ്പം പിന്നീട് ഉള്ള നല്ല ഡേയ്സ് ആയിരുന്നു. നമ്മൾ പേടിയില്ലാണ്ട് സീനിയേഴ്സിനോട് സംസാരിക്കാൻ തുടങ്ങിയതൊക്കെ ഈ ഒരു ഇൻ്റർ ബാച്ച് അത്ലറ്റിക്സ് കഴിഞ്ഞിട്ടായിരുന്നു. നല്ലൊരു ബോണ്ടായി. അപ്പം വളരെ നല്ല ഓർമ്മകളുള്ള ഒരു ഇൻ്റർ ബാച്ച് അത്ലറ്റിക്സ് ആയിരുന്നു. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രഷേഴ്സ് പറഞ്ഞു, ഇൻ്റർ ബാച്ച് അത്ലറ്റിക്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു കൂട്ടത്തിലായിരുന്നു, ഞാൻ അത്യാവശ്യം സ്പോർട്സ് ഹോളിക്കായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ പറയാം. ഞാൻ അത്യാവശ്യം നല്ലൊരു സ്പോർട്സ് ഹോളിക്കും അത്യാവശ്യം ആർട്സിന് വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിനും ആളത്തെ വയ്ക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അത്യാവശ്യം ശമ്പലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ സ്റ്റേജിലും കയറി എന്തെങ്കിലുമൊക്കെ പറയാൻ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ എന്നെ കഴിഞ്ഞിട്ട് ആളുകളായിരുന്നു. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് 2 ഇവൻറ്റ്സാണ് ഉള്ളത്, ചെസ്സും ഫുട്ബോളും ആയിരുന്നു. എല്ലാ സ്പോർട്സും അത്യാവശ്യം കളിക്കെങ്കിലും, എല്ലാ ഗെയിംസും അത്യാവശ്യം കളിക്കെങ്കിലും ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ഫുട്ബോളും ചെസ്സും ആയിരുന്നു. അപ്പം ഫുട്ബോളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം സ്റ്റാർട്ട് ചെയ്തു, അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ച് ഇവിടെ ഉള്ള ഫുട്ബോൾ ടീമിൻ്റെ ക്യാമ്പിലൊക്കെ അത്യാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുന്നൊരു കാലമായിരുന്നു. അങ്ങനെ പോകുന്ന കാലം വന്നു. ഡിസംബർ 9-നും 10-നും ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർ ബാച്ച് അത്ലറ്റിക്സിൻ്റെ ഡേറ്റ് വന്നു. അതിൻ്റെ ഒരാഴ്ച മുന്നേ ഡിസംബർ 1-ഓ 2-ഓ ഒക്കെ ആയപ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് വീടിൻ്റെ ലിഗമെൻ്റ് ഇഞ്ചുറി ആയി. ACL ഇഞ്ചുറിയാണ്, സ്പെസിഫിക് പറയുകയാണെങ്കിൽ ACL ഇഞ്ചുറി ആയി. അങ്ങനെ ആ ACL ഇഞ്ചുറി ആയതോടെ എൻ്റെ ഫുട്ബോൾ കരിയർ എൻഡ് ആയോന്ന് വരെ സംശയിച്ച ഒരു കാലം വന്നു. കാരണം ഡോക്ടർ പറഞ്ഞത് 6 മാസം റെസ്റ്റ്, കളിയില്ല, അതിൽ 1 മാസം തന്നെ ബെഡ് റെസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ടൈമായിരുന്നു. വളരെ വളരെ സങ്കടപ്പെട്ടു. കുറേ ആശിച്ച് ഈ ഫുട്ബോൾ ടീം കാരണം ഇവിടുത്തെ TDMCയുടെ ജേഴ്സി ഇട്ട് കളിക്കണം എന്നൊക്കെ ആശിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ഈ ഒരു ACL വന്നത്. കുറച്ച് കാലം ടെസ്റ്റ് പഠിച്ചിരുന്നു, പക്ഷേ ടെസ്റ്റ് പഠിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഡിസംബർ 9 തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർ ബാച്ച് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, വളരെ എക്സൈറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇൻ്റർ ബാച്ചിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ ഭാഗമാവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വാക്കിംഗ് സ്റ്റിക്കൊക്കെ വെച്ച് ഞാൻ ആ ഗ്രൗണ്ടിൽ അവിടെ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ടീമിനൊക്കെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിസംബർ 10-ാം തീയതി വൈകുന്നേരം കപ്പ് പൊക്കുമ്പോൾ ഞാനായിരുന്നു നമ്മുടെ ബാച്ചിൻ്റെ കപ്പ് പൊക്കിയത്. അതെനിക്ക് അഭിമാനത്തോടെ ഇപ്പോൾ പറയാനുള്ള ഒരു ഓർമ്മയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരുന്ന് സോണൽസ് ചെസ് ചാമ്പ്യൻഷിപ്പ് വന്നു. സോണൽസ് പറഞ്ഞാൽ നമ്മുടെ MBBS കോളേജസൊക്കെ 3 സോണായിട്ട് ഡിവൈഡ് ചെയ്യും, A സോൺ, B സോൺ, C സോൺ. A സോണിലാണ് നമ്മുടെ ഈ കോളേജ് വരുന്നത്. അപ്പോൾ A സോണിൽ മെയിനായിട്ട് വരുന്ന മെഡിക്കൽ കോളേജസ് പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, പിന്നെ കുറച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട്. അങ്ങനെ A സോണിൻ്റെ ചെസ് ചാമ്പ്യൻഷിപ്പ് വരികയാണ്. ചെസ് ചാമ്പ്യൻഷിപ്പ് വന്നു, നമ്മുടെ കപ്പടിച്ചു. ഇവിടെ വന്ന് 2.5 മാസത്തിനുള്ളിൽ ഇവിടുത്തെ ചെസ് ടീമിൽ കയറാൻ സാധിച്ചു. അങ്ങനെ ഫസ്റ്റ് ടൂർണമെൻറ്റിൽ തന്നെ കപ്പടിക്കാൻ സാധിച്ചു. അതൊക്കെ നല്ല ഓർമ്മകളാണ്. അപ്പോൾ ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെസ് കരിയറിൽ തന്നെ ഏറ്റവും നല്ല ഓർമ്മ സംഭവിച്ചത് എൻ്റെ ഫസ്റ്റ് ഇയറിലാണ്. അതും ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പം യൂണിവേഴ്സിറ്റി ചെസ് ടീമിൻ്റെ സെലക്ഷൻ നടന്നായിരുന്നു. അപ്പം അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ പോയി. യൂണിവേഴ്സിറ്റി ചെസ് ടീമിൽ സെലക്ഷൻ കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്നു. ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ കുവാസ് യൂണിവേഴ്സിറ്റി ടീമിൽ കയറാമെന്ന് പറയുന്നത് എനിക്ക് ഒരു ഡ്രീമായിരുന്നു. അങ്ങനെ നമ്മുടെ കുവാസ് യൂണിവേഴ്സിറ്റീനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് പോയ 4 ചെസ് പ്ലേയേഴ്സിലൊന്ന് ഞാനായിരുന്നു. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻസ് നടന്നത് തൃച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. വളരെ അടിപൊളിയായിട്ടുള്ള ഓർമ്മകളൊക്കെ സമ്മാനിച്ചൊരു ഇവൻ്റായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്ന 3 ആൾക്കാർ വേറെ 3 കോളേജിലുള്ള ആളായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് അടിപൊളി ബോണ്ട് കീപ്പ് ചെയ്തു, അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ ചാർജസും ഫ്രീ ആയിരുന്നു. നമ്മുടെ അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു, നമ്മുടെ ട്രാവൽ ഫ്രീ ആയിരുന്നു. പിന്നെ 7 ഡേയ്സോളായിരുന്നു യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ 7 ദിവസത്തെ ഫുഡിൻ്റെ പൈസ ഒക്കെ യൂണിവേഴ്സിറ്റി പേ ചെയ്യായിരുന്നു. വളരെ ഡ്രീമായിട്ടുള്ളൊരു ലൈഫായിരുന്നു. ജസ്റ്റ് അവിടെ പോവുക, ചെസ്സ് കളിക്കുക, കളി കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുക, ജസ്റ്റ് അടുത്ത കളിയുടെ പ്രിപ്പറേഷൻസ് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ AC ചെയറിലായിരുന്നു യാത്ര. അതൊക്കെ അടിപൊളിയായിരുന്നു. 12ാം സ്ഥാനത്താണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ
12ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. നമ്മളെപ്പോലെ വേറൊരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വലിയൊരു റിസൾട്ട് തന്നെയാണ് 12ാം സ്ഥാനം. ബാക്കിയെല്ലാ യൂണിവേഴ്സിറ്റിയും സ്പോർട്സും ആർട്സും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റിൽ നമ്മുടെ ഈ ഒരു ചെറിയ കൊച്ചു സ്പോർട്സിന് അത്ര പ്രാധാന്യം ഇല്ലാത്തൊരു കൊച്ചു യൂണിവേഴ്സിറ്റി 12ാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. അങ്ങനെ വളരെ ബാഗ് ഫുൾ ഓഫ് മെമ്മറീസ് ആയിട്ടായിരുന്നു ആ ഒരു യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞത്. യൂണിവേഴ്സിറ്റി ഡേയ്സൊക്കെ കഴിഞ്ഞ് ജനുവരിയായി, അടുത്ത കൊല്ലമായി 2024 അങ്ങനെ 2024 ഇങ്ങനെ പോകുമ്പോൾ ജനുവരി 14 ഞങ്ങളുടെ ബാച്ചിൻ്റെ 126ാമത്തെ ദിവസം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ 126ാമത്തെ ദിവസത്തിന് ഇത്രയും പ്രത്യേകത ഉണ്ടോയെന്ന്. അപ്പം നമ്മുടെ ഇവിടെ TDMC ഗവൺമെൻറ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ റിച്വൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാച്ചസിൻ്റെ നെയിം ഈവൻ നമ്പേഴ്സ് ആയിട്ടാണ്. ഒരു ബാച്ചിൻ്റെ 126th ഡേ, ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ബാച്ചിൻ്റെ 126th ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ ബാച്ച് 126th ബാച്ചായിരുന്നു. അപ്പം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 126th ഡേ ഓഫ് 126th ബാച്ച് ജനുവരി 14 ആഘോഷിച്ചത്. അപ്പോൾ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഓർഗനൈസ് ചെയ്തിട്ട് സ്റ്റേജുകാരൊക്കെ വിളിച്ച് ഞങ്ങൾ തന്നെ ഓർഗനൈസ് ചെയ്ത് ഫണ്ടൊക്കെ പിരിച്ചൊരു ചെറിയ ഭക്ഷണവും തണ്ണിമത്തൻ ജ്യൂസൊക്കെ കൊടുത്ത് അപ്പോൾ വളരെ സന്തോഷത്തോടെ ഒരു ചെറിയ പരിപാടി, എന്നാൽ എല്ലാവർക്കും ഫണ്ണായിട്ട് പാട്ട്, ഡാൻസ്, കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള തൻ്റേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കുകയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ആ ഒരു പരിപാടി നടത്തി. അപ്പം അതൊക്കെ നല്ല ഓർമ്മകളായിരുന്നു ജനുവരി 14 നടത്തിയ 126 ഡേ. പിന്നീട് അങ്ങോട്ട് ഹോളി, അങ്ങനെ കുറേ അധികം പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയിൽ എക്സാം സീസൺസ് വരികയാണ്. അപ്പം നമ്മൾ ഇത്രയും ഓർമ്മകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനൊരു ആർട്സ് കോളേജിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോളേജിലോ ആണോ പഠിക്കുന്നത്, ചേട്ടന് പഠിക്കാനൊന്നുമില്ല, ഇതാണോ MBBS എന്ന ഗ്രേറ്റ് പ്രൊഫഷൻ? ഒരിക്കലും അല്ല. MBBS എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ 70% ഓഫ് ടൈമും ഫുൾ സ്റ്റഡീസ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ടുള്ള 30% ഓഫ് ദ ലൈഫാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പഠിത്തവും ഈ ഒരു അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി മാത്രമുള്ള ഒരു ലോകത്തിൽ നമുക്ക് സ്ട്രെസ് റിലീഫായിട്ട് നമുക്ക് ഓർക്കാനുള്ള കുറച്ച് മെമ്മറീസ് എന്തൊക്കെയായിരുന്നു എന്നായിരുന്നു ഞാൻ നിങ്ങളോട് ഇത്രയും നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു MBBS നോർമൽ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. സെക്ഷൻ ഹാളിലായിരിക്കും അനാറ്റമിയുടെ ഭൂരിഭാഗം ക്ലാസ്സസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ തിയറിയിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് കടാവർ മുഖേന കണ്ടിട്ട് ഡിസെക്ഷൻ ഹാളായിരിക്കും നമ്മുടെ അനാറ്റമിയിലെ കോറായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഡിസെക്ഷൻ ഹാളിൽ ഒരു മാസം അവസാനം വരികയാണെങ്കിൽ ടേബിൾ ടെസ്റ്റ് നടക്കും. ആ ഒരു മാസം പഠിപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു ഇത്രയും ദിവസങ്ങളിൽ പഠിപ്പിച്ച അപ്പർ ലിംബ് ആണെങ്കിൽ അപ്പർ ലിംബ്, ലോവർ ലിംബ്, തൊറാക്സ്, ഹെഡ്, അങ്ങനെ ഹെഡ് ആൻഡ് നെക്ക്, അതുപോലെ വേരിയസ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിപ്പിക്കും. ആ ടോപ്പിക്സ് പഠിപ്പിച്ചതിന് ശേഷം അത് മനസ്സിലായോ നോക്കാൻ എല്ലാ കുട്ടികൾക്കും ഒരു ടേബിൾ ടെസ്റ്റ് ഡിസെക്ഷൻ ഹാളിൽ നടത്തും. ഇതിൻ്റെ ഈ ഒരു എക്സാം പാറ്റേൺ പറയുകയാണെങ്കിൽ നമുക്ക് സെഷണൽ എക്സാം, ഷോർട്ട് എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം, മോഡൽ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് എക്സാം ഉണ്ട്. ഇതിൽ യൂണിവേഴ്സിറ്റി എക്സാമാണ് നമുക്ക് പാസ്സാവോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഒരു യൂണിവേഴ്സിറ്റി എക്സാം കൂടാതെ ഇൻറ്റേർണൽ മാർക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് എക്സാമും സെഷണൽ എക്സാമും നടത്തുന്നത്. ഷോർട്ട് എക്സാം മോസ്റ്റ്ലി 40 മാർക്സും 50 മാർക്സും അല്ലെങ്കിൽ 30 മാർക്സിലൊക്കെ ആയിരിക്കും നടത്തുന്നത്. അപ്പം ഇതുകൂടാതെ സെഷണൽ എക്സാം ഔട്ട് ഓഫ് 100. അപ്പം മൊത്തം 3 സെഷണൽ എക്സാമാണ് ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. സെഷണൽ 1, 2 and 3 ഈ 3 സെഷണൽ മാർക്സ് എന്നായിരിക്കും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഇൻറ്റേർണൽ മാർക്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ ഒരു MBBS ജീവിതം തുടങ്ങുമ്പോൾ നമ്മൾ നീറ്റൊക്കെ എഴുതി ടോപ്പേഴ്സൊക്കെ ആയിട്ട് വന്ന കുട്ടികളായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ മൊത്തം ഉണ്ടാകുന്നത്. പക്ഷേ എത്ര ടോപ്പേഴ്സ് ആണെങ്കിലും ഈ ഒരു സെഷണൽ എക്സാമിന് നമ്മൾ തോറ്റിട്ടേ തുടങ്ങുള്ളൂ. അതൊരു MBBSൻ്റെ ഒരു നേക്കഡ് ട്രൂത്താണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ MCQ പാറ്റേൺ മാറി ഈ ഒരു SA മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്ന പണ്ടത്തെ പാറ്റേണിലേക്ക് വന്ന മാറ്റമാണോ, അതോ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന് റിലാക്സ് ചെയ്തിട്ട് സാധാ പഴയ സ്കൂൾ കാലഘട്ടത്തിലുള്ള പോലത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഒരു ചേഞ്ച് ഓഫ് ഫേസ് ആണോ എന്നൊന്നും അറിയില്ല. ഫസ്റ്റ് 2-3 എക്സാമൊക്കെ തോറ്റിട്ട് തന്നെ ആയിരിക്കും തുടങ്ങുക. അതൊന്നും കണ്ടിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അതൊന്നും നോക്കിയിട്ടൊന്നും അല്ല നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് ഡിറ്റർമിൻ ചെയ്യുക. പക്ഷേ നല്ല മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക, നല്ല പെർഫോമൻസ് എല്ലാ എക്സാമിലും കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ലാസ്റ്റ് ഇന്ത്യയുടെ മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് റെമഡിയിൽ എഴുതേണ്ടി വരും. റെമഡിയൽ എക്സാമും തോറ്റാൽ നേരെ എക്സാമാണ്, യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ സമ്മതിക്കില്ല. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സാം കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സ്പോർട്സിൻ്റെ ആർട്സിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നല്ല ഓർമ്മകൾ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ട് മടുത്തുണ്ടാവില്ലേ. അതുകൂടാതെ നമ്മൾ എന്തൊക്കെ ലിവ് ചെയ്തു, നമ്മുടെ ഈ ഒരു ലൈഫിൽ എന്തൊക്കെ ലിവ് ചെയ്യുന്നുള്ള കാര്യങ്ങളും കൂടെ പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനെയും എക്സാം പാറ്റേണിനെ പറ്റി എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മുടെ പരിപാടിയും സൈഡിൽ കൂടെ ഞാൻ പറഞ്ഞ പോലെ ഹോളി, ഓരോ പരിപാടി സൈഡിൽ കൂടെ എങ്ങനെ പോയി, അതിൻ്റെ കൂടെ പഠനവും പോയി. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ MBBS ജോയിൻ ചെയ്തത് പഠിക്കാനാണ്, നല്ല ഡോക്ടേഴ്സ് ആവാനാണ്. അപ്പോൾ നല്ല എഡ്യൂക്കേഷനും നല്ല നോളജും ഇല്ലെങ്കിലും നല്ല ഡോക്ടേഴ്സ് ആവില്ല എന്നുള്ള ബോധം എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് നേടിയൊരു പ്രൊഫഷനാണല്ലോ ഇത്.
അപ്പം രണ്ടും ബാലൻസ് ചെയ്തിട്ട് പരിപാടികളും ആർട്സും സ്പോർട്സും എല്ലാം ബാലൻസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ലൈഫ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാം ഡേയ്സ് ആയി, മോഡൽ എക്സാംസൊക്കെ നല്ല രീതിക്ക് തന്നെ പാസ്സായി, പാസ് മാർക്കോടെ തന്നെ പാസ്സായി, ഒന്നിനും റെമഡിയലും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് തന്നെ പാസ്സായി. അപ്പം മോഡൽ എക്സാംസ് കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി എക്സാംസ് കുറച്ചൊരു ടെൻഷനിലായിരുന്നു. കാരണം ആദ്യത്തെ യൂണിവേഴ്സിറ്റി എക്സാമാണ്. നമ്മുടെ MCQ പാറ്റേണൊക്കെ മാറിയിട്ട് essay, ഷോർട്ട് ആൻസർ അങ്ങനെ എഴുത്ത് പാറ്റേണിലേക്ക് വന്നവരാണ്. അപ്പോൾ സമയം കിട്ടുമോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മോഡൽ എക്സാം പാസ്സായതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയൊക്കെ ഒരു നല്ല ഒരു ഐഡിയ ഉണ്ടായിരുന്നു. July 21 to July 31 ആണ് നമുക്ക് തിയറി എക്സാംസൊക്കെ നടന്നു വന്നത്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി 3 പേപ്പറിനും പേപ്പർ 1ഉം 2 ഉണ്ടായിരുന്നു. അതായത് അനാട്ടമി പേപ്പർ 1 പേപ്പർ 2, ഫിസിയോളജി പേപ്പർ 1 പേപ്പർ 2 ആൻഡ് ബയോകെമിസ്ട്രി പേപ്പർ 1 പേപ്പർ 2. അങ്ങനെ എല്ലാ വിഷയത്തിനും 2 പേപ്പർ വീതം. അങ്ങനെ മൊത്തം 6 പേപ്പറായിരുന്നു നമുക്ക് എഴുതേണ്ടിയിരുന്നത്. July 31 തിയറി എക്സാം കഴിഞ്ഞു. August 1 തൊട്ട് August 24 വരെയായിരുന്നു നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം. രണ്ടും നല്ല രീതിക്ക് തന്നെ എഴുതി. എത്ര മാർക്ക് കിട്ടുമെന്ന് ആയിരുന്നു കൺഫ്യൂഷൻ. പാസ്സാവുന്ന ഉള്ള കോൺഫിഡൻസ് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. എത്ര മാർക്കോടെ പാസ്സാവുമെന്ന് മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളായിരുന്നു. അതുകൊണ്ട് എക്സാമൊക്കെ എഴുതി നല്ലോണം പ്രാർത്ഥിച്ച് തന്നെയായിരുന്നു എക്സാം എഴുതിയിരുന്നത്. അപ്പോൾ എക്സാമിൻ്റെ മുന്നേ ഒരു മാസത്തോളം സ്റ്റഡി ലീവ് തന്നായിരുന്നു. അപ്പോൾ ആ സ്റ്റഡി ലീവ് നല്ലോണം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചായിരുന്നു. അങ്ങനെ August 24 ആയതോടെ തിയറി എക്സാംസും പ്രാക്ടിക്കൽ എക്സാംസും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നീണ്ട ഒരു വർഷത്തെ പഠിത്തവും തിയറി എക്സാംസും പ്രാക്ടിക്കൽ എക്സാംസും അറ്റൻഡൻസും കാര്യങ്ങളും ഫണ്ടും എല്ലാത്തിനും എൻ്റെ ആയിട്ട് ചാപ്റ്റർ 1 ക്ലോസ് ചെയ്യാനുള്ള ടൈമായി. അപ്പം എല്ലാവരും എക്സാമിൻ്റെ ഒരു സ്ട്രെസ്സിലായിരുന്നു. റെസ്റ്റ് ഇല്ലാത്ത പഠിത്തം, റെസ്റ്റ് ഇല്ലാത്ത ഹൗസ് ഓഫ് സ്റ്റഡിങ്, എല്ലാത്തിൻ്റെ ഒരു സ്ട്രെസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ട്രിപ്പ് പോവാണ്, ബാച്ച് ടൂർ പോവാണ്. 4 രാത്രിയും 3 പകലും വെച്ചിട്ട് ഒരു ലോങ് ട്രിപ്പ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ബേലൂർ, ചിക്മംഗ്ലൂർ തുടങ്ങി വേരിയസ് ആയിട്ടുള്ള അടിപൊളി ഹിൽ സ്റ്റേഷൻസും പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൂറാണ് പ്ലാൻ ചെയ്തത്. 3 ബസ്സിലായിട്ട് 150ഓളം കുട്ടികൾ, 175 കുട്ടികളുടെ ബാച്ചിൽ 150ഓളം കുട്ടികൾ തന്നെ വന്നിട്ട് വൻ വിജയമായിട്ട് തന്നെയായിരുന്നു ടൂറ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കോർ മെമ്മറീസ്, പാട്ട്, ഡാൻസ്, കുറേ അടിപൊളി സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു. ലൈഫിൽ ഇതുവരെ കാണാത്ത കുറേ സ്ഥലങ്ങൾ അത് വേണ്ടപ്പെട്ടവരോട് കൂടെ തന്നെ വിസിറ്റ് ചെയ്തു. അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ ടൂറൊക്കെ കഴിഞ്ഞ് ടൂറിലെ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സൂര്യ മാഡത്തിനെയും ബെലിക് സാറിനെയും കൊണ്ടായിരുന്നു ടൂർ പോയത്. കുറേ അധികം ഹൈക്ക് ചെയ്തു. മഴയത്ത് ഹൈക്ക് ചെയ്തിട്ട് മൗണ്ടൻ്റെ മേലെ ക്ലൈംബ് ചെയ്തിട്ട് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തി. അങ്ങനെ കുറേ കോർ മെമ്മറീസും കുറേ ഓർമ്മകളും ഉണ്ടായിരുന്നു. ബീച്ചിൽ നിന്ന് വോളിബോൾ കളിച്ചു. അങ്ങനെ ടൂറ് കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തിയ 28-ാം തീയതി തന്നെ തിരിച്ചെത്തിയിട്ട് 28-ാം തീയതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4:45 ബസ് തിരിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ എത്തിയത്. ടൂറ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ തന്നെ ആർട്സിന് ഇറങ്ങിയൊരു ഓർമ്മ. 4:45 നമ്മുടെ ബസ് കോളേജ് കോമ്പൗണ്ടിൽ കയറി. കുളിക്കാനോ ഒന്ന് ഫ്രഷപ്പ് ചെയ്യാനോ ഒന്നും സമയമില്ലായിരുന്നു. ആർട്സ് തുടങ്ങിയ ദിവസമായിരുന്നു. നമ്മുടെ ബാച്ചിനെ സംബന്ധിച്ച് നമ്മുടെ ബാച്ചിൻ്റെ ഫസ്റ്റ് ആർട്സ് ആയിരുന്നു. അപ്പം ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ ഇൻ്റർ ബാച്ച് സ്പോർട്സ് അടിച്ച അത്ര പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും നമ്മൾ ആക്റ്റീവായി തന്നെ, പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ആക്റ്റീവായി തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഇയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഞാൻ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് ഇയർ ലൈഫ് അൺഫിൽറ്റേർഡ് എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന്. ഫസ്റ്റ് ഇയറിൽ ഞാൻ ജീവിച്ച സന്തോഷങ്ങളും എൻ്റെ ഓർമ്മകളും ഒക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് എൻ്റെ വേറെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഇന്ന് സാധിച്ചു. അപ്പം എല്ലാ ഓർമ്മകളൊന്നും ഈ വീഡിയോയിൽ കവർ ചെയ്തില്ലെങ്കിലും നമ്മുടെ ലൈഫിൽ സംഭവിച്ച എനിക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഓർക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഈ കുറേ കാര്യങ്ങൾ ഈ ഒരു 50 ദിവസങ്ങൾക്കപ്പുറം നീറ്റ് എഴുതാൻ പോകുന്ന ഒരു കുട്ടിക്കെങ്കിലും മോട്ടിവേഷൻ ആയെങ്കിൽ അതെൻ്റെ വിജയമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നാളെ എനിക്കും ഇങ്ങനെ ഒരു MBBS കോളേജിൽ അഡ്മിഷൻ കിട്ടണം, നാളെ എനിക്കും ഇങ്ങനെ വൈറ്റ് കോട്ട് സെറമണിക്ക് പാർട്ടാവണം, നാളെ എനിക്കും ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കണമെന്ന് ഒരു കുട്ടിക്കെങ്കിലും തോന്നട്ടെ. അപ്പം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ ആസ്പിരൻസിനും ഓൾ ദ ബെസ്റ്റ്. MBBS നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലോണം പഠിക്കുക, നല്ല ഡോക്ടേഴ്സായി മാറട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.